വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ നാളായി. നാട്ടിൽ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. ഞങ്ങളിപ്പം കാനഡയിലേക്ക് മൂവ് ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളിനിയും വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ സ്കൂളിനെ പറ്റിയും സ്കൂളിലെ വിശേഷങ്ങൾ. ഞങ്ങളാണെങ്കിൽ നാട്ടിലും പഠിച്ചിട്ടുണ്ട്, ബഹറിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെയും തമ്മിലെ വ്യത്യാസങ്ങളൊക്കെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഞങ്ങൾ സ്കൂളിൽ നടന്നാണ് പോകുന്നത്. കാരണം ഞങ്ങളുടെ വീട് സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ്. 4 to 5 മിനിറ്റ്സേ ഉള്ളൂ. 4 മിനിറ്റ്സേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ പെരിയെ നടന്ന് 5 മിനിറ്റ്സ് ആവും. പിന്നെ സ്കൂളിൽ നിന്ന് ബസ് പ്രൊവൈഡ് ചെയ്യും, പക്ഷെ ഞങ്ങളുടെ അടുത്തോട്ട് പ്രൊവൈഡ് ചെയ്യത്തില്ല. കാരണം 1.6 കിലോമീറ്ററിൽ കൂടുതലാണേലേ ഇവർ സ്കൂളിൽ നിന്ന് ബസ് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. പിന്നെ നിങ്ങളീ കാണുന്ന പോലെ നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഇവിടെ സ്കൂളിൽ പോകുമ്പം ബാഗിൻ്റെ അകത്ത് ടെക്സ്റ്റും ബുക്സും ഒന്നുമില്ല. ജസ്റ്റ് ഞങ്ങളുടെ ലഞ്ചും സ്നാക്കും പിന്നെ വാട്ടർ ബോട്ടിലും പിന്നെ പെൻസിലും മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ അജണ്ട എന്ന് പറയുന്നൊരു ബുക്ക് എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലത്തെ ഡയറി പോലെയാണ്. എല്ലാ ദിവസത്തെയും ഡീറ്റെയിൽസ് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇവിടെ സ്കൂളിലെ സബ്ജക്ട്സ് എന്ന് പറയുമ്പം ഞാൻ 7th അനിയത്തി 6th പഠിക്കുന്നത്. അപ്പം ഇവിടെ ലിറ്ററസി എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അത് നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് എന്നൊരു സബ്ജക്റ്റാണ്. ഇവിടെ പിന്നെ ചാപ്റ്റർ വൈസ് ഒന്നുമല്ല പഠിപ്പിക്കുന്നത്. ഇവിടെ ലിറ്ററസിയിലൊരു ടോപ്പിക്ക് വരും. നമ്മൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് അതിനെപ്പറ്റി എന്താ പറയുക, ആർട്ടിക്കിൾ എഴുതുവോ, പോം എഴുതുവോ, സ്റ്റോറി എഴുതുവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ സയൻസ് വരുമ്പം സയൻസും അതുപോലൊക്കെ തന്നെയാണ്. സയൻസ് നമുക്ക് എന്തെങ്കിലും പറ്റി ടോപ്പിക്ക് തരും. എന്നിട്ട് നമ്മൾ അത് റിസർച്ച് ചെയ്തിട്ട് നമുക്ക് അതിനെപ്പറ്റി കുറേ ക്വസ്റ്റ്യൻസും തരും. അപ്പോൾ അത് നമ്മൾ അതിനുള്ള ആൻസേഴ്സൊക്കെ കണ്ടുപിടിച്ച് എഴുതണം. പിന്നെ മാത്ത് പറയുമ്പം മാത്ത് നമ്മുടെ നാട്ടിലത്തെ പോലെ ഒത്തിരി ഇല്ല. വലിയ ഡിജിറ്റ്സിലോട്ടൊന്നും നമ്മളെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യിപ്പിക്കില്ല. ഇതിപ്പം ഫോൾ സീസൺ ആയതുകൊണ്ടാണ് വീഡിയോയിൽ താഴെ മൊത്തം ഇല കിടക്കുന്നത്. ഫോൾ സീസൺ എന്ന് പറയുമ്പം നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. പിന്നുള്ള സബ്ജക്ട്സ് എന്ന് പറയുമ്പം ആർട്ട്, ജിമ്മെന്ന് പറയുമ്പം നമ്മളെ ഇവിടെ പല ടൈപ്പിലുള്ള ഗെയിംസ് കളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫുട്ബോള്, ബാസ്കറ്റ് അങ്ങനെയൊക്കെയുള്ള ഓരോ ടൈപ്പ് ഗെയിംസ്. പിന്നെ ഡ്രാമയാണ്. പിന്നെ അത് കഴിയുമ്പം മ്യൂസിക്കാണ്. മ്യൂസിക് ഇവിടെ നമ്മളെ കുറേ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ബാൻഡും പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ റോഡിലെ മെയിനായിട്ടുള്ളൊരു റൂളാണ്, നമ്മൾ ഇവിടെ സ്റ്റോപ്പ് എന്നൊരു സൈൻ ഉള്ളിടത്ത് നമ്മൾ സീബ്ര ക്രോസിങ് കൂടെ നടക്കുമ്പോൾ ആ സൈഡിലെത്തുമ്പോൾ തന്നെ വണ്ടികളും എല്ലാം വരുവാണെങ്കിൽ അവരവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കും. ആളുണ്ടേലും ഇല്ലേലും അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കും. ഇത് ഞങ്ങളുടെ സ്കൂളിലോട്ട് പോകുന്ന വഴിയാണ്. ഞങ്ങൾ സ്കൂളിൽ ബാക്ക് സൈഡിൽ കൂടെയാണ് കയറുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും ക്ലാസ് ബാക്ക് സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ബാക്ക് സൈഡിൽ കൂടെയാണ് കയറുന്നത്. ഫ്രണ്ട് സൈഡിൽ ക്ലാസ്സിലുള്ളവർ ഫ്രണ്ട് സൈഡിൽ കൂടെ കയറും. പിന്നെ ബസ്സിൽ വരുന്നവർ ഫ്രണ്ട് സൈഡിൽ കൂടെ തന്നെയാണ് കയറുന്നത്. ഈ സൈഡിൽ കാണുന്നത് ചെറിയൊരു ഫോറസ്റ്റ് പോലെയാണ്. ആ വഴി കൂടെയും പിള്ളേർ കയറിപ്പോവും. നമ്മുടെ സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ വലിയൊരു പാർക്കാണ്. ഈ വഴി കൂടെ പോകാൻ നല്ല രസമാണ്. നല്ല പച്ചപ്പും ഒക്കെയാണ്, അതുകൊണ്ട് കാണാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഈ വെളിയിൽ ഇങ്ങനെ ഷെഡ് പോലെ ഒരു ഇത് കിടക്കുന്നത്, അത് ഇവിടെ പോർട്ടബിൾസ് എന്നാണ് പറയുന്നത്. അത് 2 ക്ലാസ്സാണ്. അതിൽ ഒരു ക്ലാസ്സിലാണ് ഞാൻ പോകുന്നത്. ഇവിടെ പിന്നെ ക്ലാസ്സിൽ കയറി പോകുന്നത് ലൈനായിട്ടാണ്. അതായത് ടീച്ചേഴ്സ് വന്ന് ഡോറ് തുറന്ന് കൊടുക്കുമ്പോഴാണ് അവർ കയറി പോകുന്നത്. പിന്നെ ഇവിടെ പിള്ളേരൊന്നും ഇങ്ങനെ ഇടിച്ച് കയറത്തൊന്നുമില്ല. അവർ ലൈനായിട്ട് തന്നെ പോകത്തുള്ളൂ. ഇതാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ട്. ഞങ്ങൾക്ക് 3 o'clock ആകുമ്പോൾ ക്ലാസ് കഴിയും. അപ്പം ഇനിയുള്ള വീഡിയോസ് ഇത് കഴിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂളിൻ്റെ പുറകിലത്തെ പാർക്ക്. ക്ലാസ് ടൈമിൽ, അതായത് 9 to 3 നമുക്ക് പാർക്കിൽ പോകാനുള്ള പെർമിഷൻ ഇല്ല. നമ്മൾ രാവിലെ ബാക്ക് സൈഡിൽ കൂടെ വന്നുകൊണ്ട് ഫ്രണ്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ട് പോകാം.
നമുക്കിവിടെ ഇപ്പോൾ ഫോൾ സീസൺ ആയതുകൊണ്ട് നല്ല കാറ്റാണ്. അപ്പോൾ ഈ മരത്തിൽ നിന്നൊക്കെ ഇല ഇങ്ങനെ പൊഴിയുന്നതാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ സ്കൂളിൽ ഒരു നിലയുള്ള 8ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. നമ്മുടെ ബാഗിന് പിന്നെ വെയിറ്റും ഇല്ല. നാട്ടിലെ പോലെ ബാഗ് എടുത്തുകൊണ്ട് പോവുകയും വേണ്ട. നമ്മുടെ സ്കൂളിൻ്റെ ബസ്സാണ് ഇവിടെ കിടക്കുന്നത്. പിള്ളേരൊക്കെ ലൈനായിട്ട് ബസ്സിൽ കയറുവാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടാണ് ഇത്. നമ്മുടെ സ്കൂളിൻ്റെ പേര് ടെമ്പിൾ മീറ്റ് സ്കൂൾ എന്നാണ്. ഫ്രണ്ടിലോ ഓഫീസാണ്. ഇവിടെ പിള്ളേരൊക്കെ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടേ ഡ്രൈവർ കയറിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കത്തുള്ളൂ. ഇവിടെ ബിലോ 10 ആയ സ്റ്റുഡൻസിനെ ബസ്സിൽ നിന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിൽ തിരിച്ച് കൊണ്ടുവിടുമ്പം പാരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻസ് ഇല്ലെങ്കിൽ ഇവരെ സ്റ്റോപ്പിൽ ഇറക്കത്തില്ല. പിന്നെ ഇവരെ ബസ്സിൽ തന്നെ തിരിച്ച് സ്കൂളിൽ കൊണ്ടുപോയി സ്കൂളിൽ ഓഫീസിൽ നിന്ന് ഇവരുടെ പാരൻസിനെ വിളിപ്പിച്ച് പാരൻസ് വേണം ഇവരെ കളക്ട് ചെയ്തുകൊണ്ട് പോകാൻ. ഇതാണ് നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ കിൻഡർ ഗാർഡൻ ഏരിയ. ഇവിടെ പഠിക്കുന്നതിനേക്കാട്ടും കൂടുതൽ ഇവിടെ കിൻഡർ ഗാർഡനിലെ ആക്ടിവിറ്റീസാണുള്ളത്. ഇവിടെ നമ്മൾ വീട്ടിൽ കുഞ്ഞിൽ എന്തൊക്കെ വെച്ച് കളിച്ചിരുന്നോ അതെല്ലാം ഇവിടെ സ്കൂളിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാം. ഈ സൈഡ് മൊത്തം കിൻഡർ ഗാർഡൻ്റെ സെക്ഷനാണ്. നമ്മളിനി സ്കൂളിൻ്റെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി ലിയോറ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചെടിയിലൊക്കെ പോയി പഠിച്ചു. അതെന്നോ അങ്ങനെ ഉള്ളതാണ്. ഇതിപ്പം ഞാൻ ഒരു സൈഡിൽ കൂടെ ലിയോറ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അത് മിക്കവാറും ഞങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. ഞങ്ങൾ തന്നെയും ഇവിടെ സ്കൂളിൽ പോകാറുണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സേഫാണ്. എബവ് 12 ഉള്ളവർ ഒറ്റയ്ക്ക് സ്കൂളിൽ പോകാം, അത് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു പിള്ളേരുടെ കൂടെ ഇവിടെ ആരെങ്കിലും ഗാർഡിയൻ ഉണ്ടായിരിക്കണം, അത് ഇവിടെ നിർബന്ധമാണ്. അങ്ങനെ ഫോളോ അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. ഈ ഫോൾ സീസണിൽ ഇവിടെ നല്ല രസമാണ്. നിങ്ങൾ തന്നെ കണ്ടില്ലേ, മരത്തിൽ ഗ്രീൻ മാറി യെല്ലോ ആവുന്നതും യെല്ലോ മാറി പിന്നെ ഒരു ഓറഞ്ച് റെഡ് ആവുന്നതും പിന്നെ അത് പൊഴിഞ്ഞു വീഴുന്നതും നല്ല രസമാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.